நான் லவ் பண்ணி கல்யாணம் பண்ணினேன். ஃபர்ஸ்ட் என் ஹஸ்பண்ட் வந்து டீ மாஸ்டரு. அதுக்கப்புறம் தான் இந்த வியாபாரம் எல்லாம் நான் கற்றுக் கொடுத்தேன். ഓടി പോയി കല്യാണം பண்ணினேன். என் ഫ്രണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുകയാണ്. അതായത് സ്വന്തം ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിച്ച, അല്ല തന്നെ പിന്നിൽ നിന്നും ചവിട്ടി വീഴ്ത്തിയ എല്ലാവരെയും ഇപ്പോഴും ഒരു കളങ്കവും ഇല്ലാതെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി. തമിഴാണ്. ഇവര് റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് ഈ മുനിസിപ്പാലിറ്റി അങ്ങനെ എന്തോ ജോബാ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു യൂട്യൂബർ വന്ന് ഒരു ചോദ്യം ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ് എന്നുള്ളത്. അവർ ഒരു ശങ്കയും കൂടാതെ പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ ഭർത്താവിനെയാണ് എന്നുള്ളത്. ആ ഒരു ഉത്തരം പറയുമ്പോഴൊന്നും നമ്മൾ അത്രക്ക് ഒന്നും തെറ്റിദ്ധരിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാനുമില്ല. അതായത് ഭർത്താവിനെ ഒരു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നതിൽ എന്ത് തെറ്റാനുള്ളത്? ആ ഭർത്താവ് ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കും, പറയുന്നുണ്ട് അയാൾ എൻ്റെ കൂടെയല്ല, എൻ്റെ അനുജത്തിയുടെ കൂടെയാണ് എന്നുള്ളത്. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം തോന്നല്ലേ. ഇടം നെഞ്ചിന്റെ മുകളിൽ പച്ച കുത്തി അയാളുടെ പേര് വെച്ചിട്ടുണ്ട്. സ്വന്തം സഹോദരി, 15 വയസ്സുള്ള സഹോദരി ഇയാളുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. ആ ഒരു പെൺകുട്ടിയോടും യാതൊരു വിദ്വേഷവുമില്ല. ആ കുട്ടിയുടെ പേരും ഇടം കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ട്. സ്വന്തം അച്ഛനും അമ്മയും ഇവർ തമ്മിലുള്ള ഈ പ്രണയ വിവാഹത്തിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ പേരും ഇവര് കൈകളിൽ പച്ച കുത്തിയിട്ടുണ്ട്. ഇനി 15 വയസ്സായിട്ടുള്ള തന്നെ ചതിച്ച ആ ഒരു സഹോദരിക്ക് തൻ്റെ ഭർത്താവിലുണ്ടായ കുഞ്ഞുങ്ങളുടെ പേരും അവർ ശരീരത്തിൽ പച്ചകുത്തി വെച്ചിരിക്കുക. തന്നെ കത്തി ഇറക്കി അങ്ങ് കൊന്നാലും ഒന്നുമില്ല, എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രം. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ തൊണ്ട ഇടറിപ്പോവും അല്ലേ. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ആളുകളെ സ്നേഹിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചതിക്കുന്ന ആള് അങ്ങ് ഉരുകി മരിച്ചില്ലാണ്ടാവും. ആ ഒരു സത്യത്തിൽ എനിക്കത് കണ്ട ഭയങ്കര വിഷമം തോന്നി. ഓക്കെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. எங்க நம்ம துண்ணு ஏச்ச சோத்த அவ துண்ணுட்டா, அதே ஏச்ச சொல்லப்போ நான் கை வைக்க முடியுமா? இப்போ உங்க வீட்டுக்காரரை உங்க தங்கச்சி எடுத்துக்கிட்டாங்கன்னு சொல்றீங்களா? നമ്മൾ തൊട്ട എച്ചിൽ മറ്റൊരാൾ എടുത്തു കഴിഞ്ഞാൽ അതേ എച്ചിൽ ഞാൻ വീണ്ടും കൈകൊണ്ട് തൊടണോ ചോദിക്കുകയാണ്. എൻ്റെ ഭർത്താവിനെ എൻ്റെ അനുജത്തിയുടെ കയ്യിലാണ്. ഞാനിനി വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യം എന്നുള്ളത്, ഒരു സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്ന്. ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. ഇതാണ് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചതിക്കുന്ന ആള് അങ്ങ് വെണ്ണീറായി ഭസ്മമായി വീഴും. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഒറ്റയടിക്ക് രാത്രിയിൽ നിന്നും നേരത രാവിലേക്ക് വരികയാണ്. കറണ്ട് ഒന്ന് ചെറുതായിട്ട് പോയി, പിന്നെ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. രാത്രി 2 മണിക്കാണ് വീഡിയോ എടുക്കാൻ നിന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ പോകാം. தப்பு என் மேலதான்க்கா இருக்குது. நான் அது குழந்தைன்னு சொல்லிட்டு என் வீட்டுக்கார பக்கத்துலேயே படுக்க வச்சுட்டேன். கடைசியில் அவள் அந்த மாதிரி பண்ணிட்டான். பஞ்சாயத்து வச்சு கேட்கும்போது என் மாமன் பக்கத்தில் நான் தான் படுத்தேன், என் மாமன் மேலே எனக்கு ஆசை இருந்துச்சு அப்படின்ட்டா. என்ன சொல்ல முடியும்? എല്ലാ തെറ്റും ഞാൻ തന്നെയാണ് ചെയ്തത്. 15 വയസ്സുള്ള ആ ഒരു പെൺകുട്ടിയെ, അതായത് കൊച്ചു കൊഞ്ഞാണെന്ന് കരുതി അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ ആ കുട്ടിക്ക് കിടക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെയാണ് അവർ കിടക്കുന്നത്. ആ ഒരു അവസരം അയാൾ മുതലെടുത്തു. എല്ലാ തെറ്റും എൻ്റെതാണ്. ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? സ്വന്തം ഭർത്താവാണ് ഇവരെ ചതിച്ചിട്ടുള്ളത്. സ്വന്തം കുഞ്ഞിനെ പോലെ കാണേണ്ട ആ ഒരു പെൺകുട്ടിയെയാണ് ആ രീതിയിൽ പ്രഗ്നന്റ് ആക്കിയിട്ടുള്ളത്. എന്നിട്ടും പ്രശ്നമെല്ലാം എൻ്റെ കാരണം കൊണ്ട് ഉണ്ടായതാണ് എന്നുള്ളത്. ഇതാണ് ഭൂമിയോളം താഴാൻ കഴിയുന്ന മറ്റൊരാളും ഇല്ല എന്ന് ഞാൻ പറയുന്നത്. സ്നേഹം കൊണ്ട് ആ ഭർത്താവിനെ ഇങ്ങനെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭർത്താവ് എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അയാളെ സ്നേഹിക്കുന്നു. വല്ലാത്ത വാക്കുകളാണല്ലേ. അങ്ങനെ ആ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആവുന്നു. അവരെ തമിഴ്നാട്ടിൽ പ്രത്യേകത ഉണ്ട്, ഈ നാട്ടുകൂട്ടം കൂടിക്കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക. അങ്ങനെ ആ നാട്ടുകൂട്ടം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കൂടിയപ്പോൾ ഇവർ വളരെ വികാരഭരിതമായിട്ട് അയാളുടെ കോളറിൽ പിടിച്ച് കരയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത് എന്നുള്ളത്. ആ ഒരു സമയത്ത് ഇവരുടെ ആ കൊച്ചു പെൺകുട്ടി, ആ ഒരു കൊച്ചനുജത്തി ഓടി വന്ന് കൈ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, തെറ്റുകളൊക്കെ ഞാനാണ് ചെയ്തത്, ഞാനാണ് കൂടെ കിടന്നത് എന്നുള്ളത്. ആ ഒരു നിമിഷം ആ ഒരു സ്ത്രീ എത്രത്തോളം തകർന്നു പോയിട്ടുണ്ടാവൂലേ. ആളുകളുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു നാണക്കേട് വരുന്നു. ഭയങ്കര ഒരു ഫീലാട്ടോ, അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഒരു സീന് വന്നിട്ടുണ്ടാവും അല്ലേ. ആ സീന് നമ്മൾ നെഞ്ചിങ്ങനെ പൊട്ടുന്നുണ്ട്. വല്ലാത്തൊരു അവസ്ഥയാണ് അതൊക്കെ. ஃபர்ஸ்ட் கொரோனா வந்துச்சு பார்த்தியா, அப்போ நான் சென்னையில் மாட்டிக்கினேன், அவங்க ஊரில் மாட்டிக்கினாங்க. அப்போ நடந்த கதை. ഓക്കെ, കൊറോണ സമയത്ത് സംഭവിച്ചതാണ് കേട്ടോ. ഇവര് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ പെട്ടുപോയി. അവര് ആ ഒരു പെൺകുട്ടിയുമായിട്ട് സ്വന്തം വീട്ടിൽ സ്വന്തം നാട്ടിൽ പെട്ടു.
അങ്ങനെ ആ ഒരു സമയത്ത് സത്യം പറയാച്ച കൊറോണ ടൈമിൽ ഒരുപാട് നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പല ആളുകളുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു കൊറോണ കാലത്ത് സംഭവിച്ച നഷ്ടങ്ങൾ കാരണം ജീവിതം വളരെ ദുർഘടമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചതാ. ഈ പ്രണയത്തിന് ഇവരുടെ വീട്ടുകാർ പോലും തയ്യാറായിരുന്നില്ല. എന്നിട്ട് പോലെ ഒരു വിവാഹം കഴിച്ചു. ആ ഒരു ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം സഹോദരിയെ എന്താ ചെയ്യുക? ഇതിനെ വർണ്ണിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. ഇവരെ പോലെ ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. கொரோனாலாம் முடிஞ்ச பிறகு இந்த பஸ்ஸு இதெல்லாம் நடமாட பிறகு அதுக்கப்புறம் நான் வந்த பிறகு இவளுக்கு வயிறு கொஞ்சம் இவ்வளோ இருந்தும்போது என்னம்மா ஆச்சு வயிறு அப்படின்னா, வயிறு வலிக்குதுக்கா அப்படின்ட்டா. ഓഹ്, കൊറോണ ടൈമൊക്കെ കഴിഞ്ഞ് ബസ്സൊക്കെ ഓടി തുടങ്ങിയപ്പോൾ ഇവർ ആ നാട്ടിലെത്തുന്നു. നാട്ടിലെത്തിയ സമയത്ത് ഈ ഒരു പെൺകുട്ടിയുടെ വയറുവേദന, വല്ലാതെ വയറുവേദനിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സാധാരണ രീതിയിൽ ഒരു വയറുവേദനയാവും എന്നൊക്കെ വിചാരിച്ചിട്ട് വരും മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വയറിന് വേദന തുടങ്ങിയപ്പോൾ ഇവരുടെ ഒരു ചേച്ചിയുണ്ട്, ഇവരുടെ തങ്കച്ചി. ഈ തങ്കച്ചിയുമൊത്ത് ഈ ഒരു പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് വിട്ടു. ആ ഒരു സമയത്ത് ആ തങ്കച്ചി പോലും ഈ ഒരു സ്ത്രീയെ ചതിച്ചു എന്നുള്ളതാണ്. அந்த நம்பிக்கையில் நின்ட்டேன். 5 மாதம் ஆனோடனே கொஞ்சம் இவ்வளோ பெருசாகிடுச்சு. எனக்கு கொஞ்சம் டவுட் ஆயிடுச்சு. என் பெரிய தங்கச்சி கையில் சொன்னேன், தங்கச்சி என்னமோன்னு தெரில, வயிறு பெருசாகின்னு வருது, கொஞ்சம் என்னன்னு பாரு ஆஸ்பத்திரியில் அப்படின்னு சொல்லி அனுப்பிச்சி விட்டேன் 1000 ரூபாய் கொடுத்து. இவன் என்கிட்ட எந்த உண்மை சொல்லலை, எதனா பண்ணிக்குவேன்ட்டு. அக்கா ஒன்றும் இல்லைக்கா, வயிறில் ஏதோ கட்டி வந்துட்டுக்குதான் அப்படின்னு சொன்னிட்டான். வர 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 வயிறு இவ்வளோ பெருசாக வந்துச்சு. அது பிரெட் நட்டாக இருக்கிறவங்களுக்கு தான் அவ்வளோ பெருசாக வரும். എന്താലേ. ആ 15 വയസ്സുകാരി വയറ് വേദനിക്കുന്നു പറഞ്ഞപ്പോൾ വയറ് വീർക്കുന്നതും കണ്ടപ്പോൾ ചേച്ചിയുടെ കൂടെ വിട്ടതാ. ചേച്ചി അവിടെ പോയിട്ട് സ്കാൻ ചെയ്തപ്പോൾ അവള് പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലായി. ആരാലാണ് പ്രഗ്നന്റ് ആവുന്നത് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്റെ അനുജത്തിയോട് ഒരു ചതിക്കാൻ വയ്യ, അല്ലെങ്കിൽ അത് എങ്ങനെ പറയും എന്നുള്ള ആ ഒരു സങ്കടം കൊണ്ട് ഇവരോട് പറഞ്ഞില്ല. പക്ഷെ ഇവർക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ പ്രഗ്നന്റ് ടൈമിലൊക്കെയാണല്ലോ ഈ ഒരു വയറ് ഈ രീതിയിൽ വലുതാവുക. എന്നതിന് ശേഷം സംഭവിച്ചതാണ് ഭയങ്കരമായിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അതുവരെ അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ ഭർത്താവ് ഇവർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. இவ்வளோ பெருசாக வந்துச்சு. அதுக்கப்புறம் தான் சொன்னேன், எனக்கு அந்த பையன் 2 நாளைக்கு அடுத்தது தான் டெலிவரி ஆக போகிறான். அப்போ சொல்கிறான், சரி நல்லா இருக்கட்டும். பஞ்சாயத்து வச்சதுக்கு என் வீட்டுக்காரர் சட்டை பிடிச்சதுக்கு என் கையை தட்டி விட்டுட்டு, என் மாமன் மேலே எனக்கு ஆசை இருந்துச்சு, என்ன என் மாமன் எனக்கு வேணும் அப்படின்னா நான் விட்டு கொடுத்துட்டேன். എന്താടോ, എന്താണ് ഈ നാട് ഇങ്ങനെ? ആളുകളുടെ സ്നേഹത്തിനൊന്നും ഒരു വിലയില്ല. ഈ കാമത്തിന്റെ പുറത്ത് ആളുകളെ ചതിക്കുക എന്നൊക്കെ പറയുന്നത്, ഇതൊന്നും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും കാര്യമൊന്നുമില്ല. കാരണം ഈ കാമഭ്രാന്ത് പിടിച്ച ആളുകൾ അങ്ങനെയാണ്. സ്നേഹത്തിന്റെ മുകളിൽ അവർക്ക് സ്നേഹമൊന്നും അവർക്ക് ഒന്നുമല്ല, അതൊന്നും ഇല്ല. സത്യത്തിൽ പറ്റിക്കുക എന്നുള്ളൊരു മനോഭാവമാണ്. ഈ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു, ആ വീട്ടിൽ പോകുന്നു, ആ ചെറിയ കുട്ടിയെ പ്രഗ്നന്റ് ആക്കുന്നു, അവർക്ക് 3 മക്കളായി. ഇനി ഇതിൽ ഏറ്റവും സങ്കടകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. உடனே விட்டு கொடுத்துட்டீங்களா? உங்க அப்பயே தங்கச்சிக்கு அங்கேயே கல்யாணம் பண்ணி வச்சேன், அந்த பஞ்சாயத்துல கல்யாணம் பண்ணி வச்சிட்டேன். அப்போ உங்க தங்கச்சிக்கு எத்தனை வயசு? உங்க கணவர் கூட இந்த மாதிரி நடக்கல. 15 வயசு. நீங்க உங்க தங்கச்சி பண்ண இந்த துரோகத்தையும் உங்க கணவர் பண்ண துரோகத்தையும் ஈஸியா எடுத்துக்கிட்டீங்க. அதெல்லாம் நான் எத்துக்கலக்கா. அவங்க நல்லா இருந்தா போதுங்க. തമിഴ് സിനിമയിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ ഓവർ പാസത്തെ കുറിച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ടോ? റിയൽ ലൈഫിൽ ഇത് കാണുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്ഭുതമാണ്, വളരെ അത്ഭുതം. ഇവരെ ചതിച്ച്, ഞാൻ വീണ്ടും പറഞ്ഞിരിക്കുന്നില്ല, ആ ഒരു ലെവലിൽ എത്തിച്ചിട്ട് ആ ഒരു വിവാഹം അവിടെ നിന്ന് തന്നെ കഴിച്ചു കൊടുക്കുന്നു. നിനക്ക് അവരോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അവർ സന്തോഷമായി ഇരുന്നാൽ മതി എന്നുള്ളത്. கணவர் நல்லா இருக்கணும், என் கணவரோட பிள்ளைங்க நல்லா இருக்கணும். எத்தனை பிள்ளைங்க இப்போ தங்கச்சிக்கு? 3 பிள்ளைங்க. இவன் தான் பெரிய பையன், 2வது பொண்ணு, 3வது ஒரு பையன் பிறந்திருக்கான். இப்பதான் பிறந்தான், 1 மாசம். ഓക്കെ, 3 കുട്ടികളുണ്ട്. ഈ 3 കുട്ടികളെയും നോക്കുന്നതും ഈ ഒരു സ്ത്രീയാണ് കേട്ടോ. ആ കുട്ടികളുടെ പേരുകളും അവരുടെ ശരീരത്തിൽ പച്ച കുത്തിയിട്ടുണ്ട്. அந்த குழந்தை உங்க கூட ரொம்ப அட்டாச்மெண்டா? என் வீட்டுக்காருக்கு பிறந்திருந்தா கூட எனக்கு உயிர் தானேக்கா. இந்த பசங்களை தானேக்கா பாக்குறேன். பசங்க எந்த தப்பு பண்ணல, அது என்ன சொல்லிட்டா நிக்குதுங்க. அந்த பிள்ளைங்க மூஞ்சி பாக்கணும் நம்ம. சரி, கடவுளே நம்மளுக்கு சொத்து சுகம் கொடுக்கலன்னா கூட குழந்தைங்களை நல்லபடியா கொடுத்துருக்காரு, அது போதும். ആ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ കുട്ടികളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സ്നേഹമാണ്. എനിക്ക് പറഞ്ഞതല്ലെങ്കിലും എൻ്റെ ഭർത്താവിനുണ്ടായതല്ലേ, എൻ്റെ സഹോദരിക്കുണ്ടായ കുഞ്ഞുങ്ങളല്ലേ, എൻ്റെ ചോര തന്നെയല്ലേ,
ഞാൻ നോക്കും എന്നാ പറയുന്നത്. ഭർത്താവ് ഇങ്ങനെയൊക്കെ ചതിച്ചു, സഹോദരിയും ചതിച്ചു, ആ ചതിയെ പോലും സ്നേഹം കൊണ്ട് കീഴടക്കുന്നു. അവർക്കുണ്ടായ കുഞ്ഞുങ്ങളെ ഇവർ തന്നെ നോക്കുന്നത്. ഒരുപക്ഷെ ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് അത്ര അധികം കഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് ഇവര്. ആ ഒരു സ്ത്രീക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്നു, ഭർത്താവ് നഷ്ടപ്പെടുന്നു, എല്ലാവരും നഷ്ടപ്പെടുകയാണ്. അവർ ജീവിതത്തിൽ ശരിക്കും തനിച്ചാണ്, ഒറ്റയ്ക്കാണ്. എന്നാലും ഈ ഭൂമിയോളം താഴാൻ അവരെ കൊണ്ടേ കഴിയുള്ളൂ. ഇനി എങ്ങനെ കൊന്നു കളഞ്ഞോളൂ, കുഴപ്പമില്ല, എനിക്ക് നിങ്ങൾ അത്രയേറെ ഇഷ്ടമാണ്. ആ വാക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടുപോയത്. എന്നെ ചതിച്ചതിലൊന്നും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ആർക്കെങ്കിലും ആരെയെങ്കിലും സ്നേഹിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. പരമാവധി ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള വാർത്തകളും ജനങ്ങളിലേക്ക് എത്തട്ടെ. നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ നാറി ചെയ്തിട്ടുള്ളത്. കാരണം അത്രയും പ്രായം കുറഞ്ഞൊരു കുട്ടിയെയാണ് ആ രീതിയിൽ അയാൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നിയമപരമായിട്ട് തന്നെയാണ് പോവേണ്ടത്. ഓക്കെ, തമിഴ്നാട് പോലീസൊക്കെ അത് എടുത്തോളും. കാരണം ന്യൂസ് ഇപ്പോഴാണ് വൈറലാവുന്നത്, വീഡിയോ വൈറലാവുന്ന ഇപ്പോഴാണ്. ഇത് എപ്പോൾ വന്ന വീഡിയോ ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാനും കഴിയില്ല. ഇപ്പോൾ വൈറലായതുകൊണ്ടാണ് നമ്മൾ അറിയുന്നതും നമ്മൾ റിയാക്ട് ചെയ്യുന്നതും. ഓക്കെ, ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ലൈക്കൻ ഓൺ ചെയ്യുക. വരാൻ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതിരകം സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.